ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് വളരെ ആശാവഹമായ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തുന്നത്. ഗാസയിൽ ഉടൻ സമാധാനം പുലരുമെന്ന് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് നിലപാട് വ്യക്തമാക്കി. ബന്ദികളെ മോചിപ്പിക്കുന്നതും സംഘർഷം അവസാനിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഹമാസ് അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ നിലപാട് അറിയിക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. 60 ദിവസത്തെ വെടിനിർത്തലിന് ആവശ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചതായി ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഈ സമാധാനത്തിന്റെ സൈറൻ വിളിയാണ് കേൾക്കുന്നത് എന്നതാണ് ആശാവഹമായ കാര്യം അല്ലേ? ഈ ഹമാസ് ഈ നിലപാടിനോട് കരാറിനോട് അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന അപ്ഡേറ്റ്. അതെ, ഗുഡ് മോർണിംഗ്. എന്തായാലും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മൊത്തത്തിൽ ഗാസയിൽ 21 മാസങ്ങൾക്ക് ശേഷം സമാധാനം പുലരുമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നോട്ട് വെച്ച ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 60 ദിവസത്തെ കരാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് കരാർ അംഗീകരിക്കാം, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഇത് സംബന്ധിച്ച് പ്രതികരണം ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളൊരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. അതിന് പിന്നാലെയാണ് ഹമാസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വെടിനിർത്തൽ കരാറിനോട് യോജിക്കാം, അത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകളും ഒപ്പം തന്നെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചർച്ചയാവാം, അതിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. അതിൽ ആ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്നത് ഈജിപ്തും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങളാണ്. അവരിൽ ഒരു പ്രതിനിധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു നേരത്തെ ട്രംപ് എക്സിൽ കുറിച്ച, അല്ലെങ്കിൽ ഈ സീസ്ഫയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പ്രഖ്യാപിക്കുന്നതിൽ ട്രംപ് എക്സിൽ കുറിച്ചിരുന്നത്. അതനുസരിച്ച് ഇനി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം നേരത്തെ ഈ രണ്ട് രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയിരുന്നത്, അതായത് ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ ഗാസയിൽ നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷം മാത്രമേ ഒരു യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകൂ, അത്തരത്തിൽ നടപടികളിലേക്ക് പോകൂ എന്നുള്ള ഉറച്ച നിലപാടിൽ ഇസ്രായേൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന്റെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, അതായത് 14ഓളം മന്ത്രിമാർ, അത് തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരാണ്. അവർ ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. വെടിനിർത്തലുമായി യോജിച്ചു പോകരുത്, വെടിനിർത്തലിനെ അംഗീകരിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു പക്ഷേ ഇക്കാര്യങ്ങൾ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിലെത്തുന്ന ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും. കൂടാതെ തന്നെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള ധാരണ അന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിലേക്കായിരിക്കില്ല, ഈ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. ആ ബന്ദികളെ ഉടൻ കൈമാറ്റണം, അതായത് മുഴുവൻ ബന്ദികളെയും കൈമാറ്റം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമായിരിക്കും സ്വാഭാവികമായും ഇസ്രായേൽ മുന്നോട്ട് വെക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ചർച്ചകൾക്കും സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ഹമാസ് ഇപ്പോൾ ഒരു കുറച്ചുകൂടി ലിബറൽ ആകുന്നു എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. കാരണം അത് ഇത്തരത്തിൽ അമേരിക്ക കൂടി രംഗത്ത് വന്നാൽ അത് വലിയ രീതിയിൽ ഹാനികരമാകാൻ പോകുന്ന ഹമാസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഹമാസ് ഇപ്പോൾ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. നേരത്തെ അവർ പറഞ്ഞിരുന്നത് ഈ ബന്ദി കൈമാറ്റം മാത്രമല്ല, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളാണ് നടത്തേണ്ടത്. വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്കല്ല ഇപ്പോൾ പോകേണ്ടത്, യുദ്ധം അവസാനിപ്പിക്കണം. കാരണം കാലങ്ങളായി ഇങ്ങനെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചെറുതായല്ല ഗാസയിലെയും ഒപ്പം തന്നെ പലസ്തീനിലെയും ജനങ്ങളെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യുദ്ധം പൂർണ്ണമായും വിരാമം വിടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് ഇനി നടക്കേണ്ടതെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള നിലപാടിലേക്കായിരുന്നു ഹമാസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിനോട് യോജിക്കാം, അത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ, അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, അതിൽ ഒരു ചർച്ചയാവാമെന്നുള്ള ഒരു അനുകൂല നിലപാട് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൽ ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കും, ഒപ്പം തന്നെ തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചർച്ച അത് വളരെ നിർണായകമാണ്. അതിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തും. എന്തായാലും സീസ് ഫയർ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ പോകുന്നതിനിടെ, അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം കൂടുതൽ ശക്തമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം 102ഓളം പേരായിരുന്നു ഗാസയിൽ മരിച്ചതെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം 135ഓളം പേർ വീണ്ടും കൊല്ലപ്പെട്ടതായി
എന്നുള്ളതായിട്ടുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ കൂടി ഗാസയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം 500-ന് മുകളിലാണ് എന്നുള്ളതാണ്. അതിൽ ഭൂരിഭാഗം പേരും ഈ ഭക്ഷണത്തിനായി കാത്തു നിൽക്കുമ്പോൾ അവിടെയാണ് ഈ ബോംബ് വർഷം ഉണ്ടാകുന്നത്. അവിടെയാണ് കൂടുതൽ പേർ മരണത്തിനിടയാക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മേൽ ഇത്തരത്തിൽ വെടിയുതിർക്കുന്ന തരത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. UN ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ച് രംഗത്ത് വരികയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ഇവരെ അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ ഇങ്ങനെ നിരന്തരം ബോംബുകൾ വർഷിക്കുന്നു, ഒപ്പം തന്നെ അവർക്ക് നേരെ വെടിയുതിർക്കുന്നതും നിർത്തലാക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഇപ്പോഴും കണ്ടില്ല എന്ന രീതിയിൽ ആ ഒരു ക്രൂരത ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വശത്ത്. മറ്റൊരു വശത്ത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്തായാലും നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സമാധാന അന്തരീക്ഷം 21 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഗാസയിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അത്തരത്തിൽ ഉള്ള ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും കൈകേർക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് മിഥുൻ, 21 മാസത്തിലധികം നീണ്ട രക്തരൂക്ഷിതമായ സംഘർഷ സാഹചര്യമാണ്. അവിടെ ഒരു സമാധാനം പുലരട്ടെ, ഇനിയെങ്കിലും ആ ജനതയ്ക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം.